ഇപ്പോൾ കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് റാഗിംഗ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ASF, AYF തുടങ്ങിയ സംഘടനകളും BJPയും പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. BJPയുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാതെ പോലീസിനെ ചെറുത്തുകൊണ്ട് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, അതായത് പ്രധാനമായും കോളേജ് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയം നടക്കുമ്പോൾ കൃത്യമായൊരു ഇടപെടൽ നടത്തുകയോ റാഗിംഗ് തടയുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ വീഴ്ചകൾക്കെതിരെയാണ് BJP ഇന്നലെ AVP പ്രവർത്തകർ കോളേജിലേക്ക് ചാടിക്കയറുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. സംഘർഷത്തിൽ കലാശിച്ച വിദ്യാർത്ഥി സമരങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ കോട്ടയത്ത് കണ്ടെങ്കിൽ ഇന്നിതാ BJP ആ സമരം ഏറ്റെടുത്തിരിക്കുന്നു. BJPയും കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലേക്ക് റാഗിങ്ങിനെതിരെയുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന്മേലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഷിനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഇന്നലെയും പ്രതിഷേധമായിരുന്നു, ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ഏതൊക്കെ സംഘടനകളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്? ഇപ്പോൾ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു? മാർച്ചിൽ നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് BJPയുടെ പ്രതിഷേധമാണ്. BJP ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ കോളേജിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് മുൻപ് തന്നെ ASFിൻ്റെയും അതുപോലെ തന്നെ AYFിൻ്റെയും സംയുക്തമായൊരു പ്രതിഷേധ മാർച്ച് കോളേജിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കോളേജിന് 100 മീറ്റർ മുൻപായി ഇന്നലെ പ്രതിഷേധം നടന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പോലീസ് ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ചിനെ തടയുകയാണ് ഉണ്ടായത്. ആദ്യം ഒരു റൗണ്ട് ഈ ASFിൻ്റെയും അതുപോലെ തന്നെ AYFിൻ്റെയും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതേ സമയത്ത് തന്നെ BJPയുടെ മാർച്ചും ഈ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഇവർ ഒന്നിച്ചു ചേർന്ന് ഈ ബാരിക്കേഡ് മാർച്ചിടാൻ ശ്രമം നടത്തി. അങ്ങനെയാണ് മാർച്ച് വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ പോയത്. തുടർന്ന് പോലീസ് 2 തവണ ഈ BJP പ്രവർത്തകരുടെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ ആകെ 3 തവണ നിലവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ മാറിപ്പോകാനോ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പ്രവർത്തകർ ഇപ്പോഴും ഈ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. ദൃശ്യങ്ങൾ അത് തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ പ്രവർത്തകർ അതുപോലെ ഈ സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധിക്കുന്ന സംഘടനകളൊക്കെ തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോളേജ് അധികൃതർക്ക് കൃത്യമായ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധമൊക്കെ തന്നെ ശക്തമായിരിക്കുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ മാർച്ചിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ABVP തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം KSUയും SFIയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ശക്തമായ സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIയുടെ വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ BJPയും ഒക്കെ തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കുറ്റക്കാരായ നടപടികൾക്കെതിരെ പ്രത്യേകിച്ച് അന്വേഷണ വിധേയമായി പ്രിൻസിപ്പാളിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും ഒക്കെ തന്നെ, അതായത് വാർഡനെയും അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ തന്നെ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്വേഷണ വിധേയമായ സസ്പെൻഷനാണ്. അത് പോരാ. ഇത്തരത്തിലൊരു ക്രൂരമായ റാഗിംഗ് നടന്നിട്ട് അത് പോരാ. അതിനേക്കാളും ഒക്കെ ഉയർന്ന നടപടി, കൂടുതൽ നടപടികൾ ഇവർക്കെതിരെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ CPIയുടെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ പ്രതിഷേധം ഈ കോട്ടയം നഴ്സിംഗ് കോളേജ് ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധത്തെ തടയുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണാം. അവർ ഇപ്പോഴും വളങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ബാരിക്കേഡ് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും 3 റൗണ്ട് ജലപീരങ്കി ഇതിനോടകം തന്നെ പോലീസ് പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കോട്ടയത്ത് സംഘർഷഭരിതമാണ് ഇന്നും അന്തരീക്ഷം. റാഗിങ്ങിൽ വലിയ പ്രതിഷേധമാണ്. ASF, AYF സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നഴ്സിംഗ് കോളേജിലേക്ക് എത്തി. അത് പോലീസ് തടഞ്ഞു. അതിന് പിന്നാലെ BJPയുടെ പ്രതിഷേധ മാർച്ചും എത്തി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമുണ്ടായി. 3 റൗണ്ടിലധികം ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിമാറാനുള്ള സാധ്യതയും അവിടെയുണ്ട്. പ്രവർത്തകർ പിന്മാറാതെ ഇപ്പോഴും അവിടെ പ്രതിഷേധിക്കുകയാണ്. അവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്.